കൊണ്ടുവന്നേ? പറഞ്ഞു തരാം സീതമ്മ, നിങ്ങൾ ബാ. അച്ഛാ, ദൈവത്തിനില്ലേ മനസ്സിലായി കാണില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ദൈവത്തിനൊന്ന് നേരിട്ട് മീറ്റ് ചെയ്ത് അവരോട് നേരിട്ട് സംസാരിക്കണമെന്ന് കരുതിയിട്ടാ നിങ്ങളെ കൊണ്ടുവന്നേ. ദൈവത്തിന് മീറ്റ് ചെയ്യാനോ? സീതമ്മ, ദൈവത്തിന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാ ഞാൻ നിങ്ങളെ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ദൈവത്തിന് എന്ത് കൺഫ്യൂഷൻ ഉണ്ടാവാനാ? നിങ്ങളാ എന്റെ അച്ഛനും അമ്മയെന്ന് എനിക്കറിയാം, പക്ഷെ ദൈവത്തിന് അറിയില്ലല്ലോ. നിങ്ങളാ എന്റെ അച്ഛനും അമ്മയെന്ന് ഞാൻ ദൈവത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. കണ്ടില്ലേ ഭഗവാനെ, നന്നായിട്ട് നോക്കിക്കോ. ഇവരാ എന്റെ അച്ഛനും അമ്മയും. ഞാൻ ഇവരുടെ മകളാ. ഡോക്ടർ ശ്യാമങ്കളുടെയും ശാലിനി ആന്റിയുടെയും കുഞ്ഞാവെ കാണാതെ പോയതാ. അത് ഞാനല്ല, അത് വേറെ ആരോയാ. ഇവരെ എന്റെ അച്ഛനും അമ്മയും. ഇവരെ എന്നെയും ഒരിക്കലും അകറ്റരുത് ദൈവമേ. എനിക്ക് എന്റെ ഫ്രണ്ടിനെ സീതമ്മയെ മാത്രം മതി, വേറെ ആരെയും വേണ്ട. പ്ലീസ് ദൈവമേ, ഞങ്ങൾ ആരെയും തമ്മിൽ അകറ്റരുതേ, പ്ലീസ്. സീതമ്മ, ദൈവത്തിനോട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഉറപ്പായി മനസ്സിലായി കാണും സീമോളെ. നീ പറഞ്ഞ ഏത് ദൈവമാണെങ്കിലും അത് കേട്ടേ പറ്റൂ, നീ പറയുന്നത് സമ്മതിച്ചേ പറ്റൂ. പക്ഷെ നിയമം ഈ പറഞ്ഞത് അംഗീകരിക്കുവോ? അച്ഛാ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ അച്ഛാ? അച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല. കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്കച്ചാ. ആവശ്യമില്ല. മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ശരീരത്തിന് എന്തിനാ റെസ്റ്റ്? അല്ല അച്ഛൻ, ഞാനത് ഒന്നും പറയണ്ട, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. ഈ വീട്ടിൽ അവരോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? വീട്ടിൽ നിന്ന് പോകുമ്പോ പറഞ്ഞില്ല, പോയിട്ട് ഇതുവരെ വിളിച്ചിട്ടുമില്ല. എന്നാലും അവര് വരുന്ന വിശ്വാസം എനിക്കുണ്ട്. അവര് വരുമ്പോ പറഞ്ഞേക്ക്, ഈ വീട്ടിലെ കാര്യങ്ങൾ കോടതിപ്പടി കയറരുത്, കേട്ടല്ലോ? ഈ വീട്ടിലെ കാര്യങ്ങൾ കോടതിയുടെ പടി കയറരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചേച്ചി? അച്ഛനിപ്പോ പറയുന്നത് സിയെ അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പറഞ്ഞയക്കണമെന്നാണോ? ഭഗവാനെ, നിയമപ്രകാരം സിഹി ശ്യാമിന്റെ ശാലിനിയുടെ മകളായിരിക്കും. പക്ഷെ സിഹി അമ്മയായി കാണുന്നത് എന്നെയാണ്. ഇനി ഞാൻ സിഹിയുടെ അമ്മയല്ല, വേറെ ആരോ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാ ആ കുഞ്ഞിനത് എങ്ങനെ സഹിക്കാൻ പറ്റും? ന്യായത്തിന്റെ അന്യായത്തിന്റെ കാര്യം വരുമ്പോ ഞാൻ എപ്പോഴും ന്യായത്തിന്റെ കൂടെ മാത്രം. പക്ഷേ സിഹിയെ വിട്ടുകൊടുക്കണമെന്നാണ് ന്യായമെങ്കിൽ ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് അന്യായം കാണിക്കേണ്ടി വരും ഭഗവാനെ. ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം മറ്റുള്ളവരുടെ കണ്ണില് തെറ്റായിട്ട് തോന്നിയാലും സാരമില്ല, സിഹിക്കത് ശരിയായിട്ട് തോന്നിയാൽ മതി.
സീതയെ കല്യാണം കഴിക്കുമ്പോൾ 7 പ്രദക്ഷിണത്തിന് പകരം 8ാമതൊന്നുകൂടി ചെയ്ത് സിഹി എന്റെ മകളാണെന്ന് സത്യം ചെയ്താ ഞാൻ. അവളുടെ ഉള്ളിൽ എന്റെ രക്തമല്ലെങ്കിലും അവൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്റെ ഈ ജീവിതത്തിന് ഒരർത്ഥവുമില്ല ഭഗവാനെ. നീ എന്നെ സെൽഫിഷ് ആണെന്ന് കരുതിയാലും ശരി, സിഹിയെ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് അകറ്റരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. സീതയുടെയും പ്രാർത്ഥന ഇത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. പ്ലീസ് ഇത് മാത്രം ചെയ്തു തന്നാൽ മതി. സീതമ്മ, എനിക്ക് ദൈവത്തിനോട് എന്താ ചോദിക്കണ്ടേന്ന് പോലും മനസ്സിലാവുന്നില്ല. ദൈവം നമുക്ക് എന്ത് ചോദിച്ചാലും തരില്ലേ? പക്ഷേ എനിക്ക് നിങ്ങളെ രണ്ടുപേരെ അല്ലാതെ വേറെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല, കേട്ടോ? കണ്ടില്ലേ ഭഗവാനെ, നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നത് തന്നെ എന്റെ വിശ്വാസം. അവളുടെ വിശ്വാസം നീ തകർക്കാൻ പാടില്ല. ഞങ്ങൾ ഇന്ന് സിഹിയെ ആരും അകറ്റാൻ പാടില്ല. പ്ലീസ് ഭഗവാനെ. സീത, നമ്മൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. സിഹിക്ക് ആരുടെ കൂടെ നിൽക്കണമെന്നൊരു ക്ലാരിറ്റി ഉണ്ട്. ഇനി ആരെങ്കിലും വന്നാ സീമോളെ നിന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് ചോദിച്ചാ അവള് നമ്മളെ കാണിച്ചു കൊടുക്കും. സോ ശ്യാമിനും ശാലിനിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിയമം എന്നൊരു കാര്യമില്ലേ റാം? അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുവോ? ന്യായത്തിന്റെ കൂടെയായിരിക്കും നിയമം എന്നാണ് മോളെ എന്റെ വിശ്വാസം. സത്യമേവ ജയതയിലാണ് വിശ്വസിക്കേണ്ടത് സീത. നിയമമാണെങ്കിലും ദൈവമാണെങ്കിലും സത്യത്തിന് മുമ്പിൽ തോറ്റേ പറ്റൂ. സിഹിക്ക് നീയാണ് അമ്മ, ഞാനാണ് അച്ഛൻ. അതാണ് സത്യം. സീതമ്മ, സാരി. സിഹി, സീത, അയ്യോ ഓക്കെ? അശോകന. ആ അശോക, പറടാ. എടാ എവിടെയാടാ? എന്താടാ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എവറിത്തിങ് ഓക്കെ? നോട്ട് ഓക്കെ മാൻ. സൂര്യ വിളിച്ചിരുന്നു, നല്ല ദേഷ്യത്തിലായിരുന്നു. നീ എവിടെയാ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ വീട്ടിൽ എന്താ നടക്കുന്നേ, എന്താ പറയേണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ മുത്തശ്ശൻ വിളിച്ചല്ലേ? അതെ. നീ കാര്യം എന്താന്ന് പറ. പറയാൻ ഒരുപാടുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എടാ എന്താടാ അങ്ങനെ പറയുന്നേ? എടാ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ച് എനിക്ക് ടെൻഷൻ സഹിക്കാൻ കഴിയില്ല. അശോക, നീ വെറുതെ ടെൻഷൻ ആവണ്ട. എല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ആദ്യം പ്രിയ ഓക്കെ ആയിട്ട് വീട്ടിലേക്ക് വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാം. ഒഴിവൊന്നും പറയരുത്. നിനക്കും സീതയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? യാ മാൻ, ആക്ച്വലി ഞങ്ങൾ 3 പേര് ഇപ്പൊ അമ്പലത്തിലേക്ക് വന്നാണ്. വീട്ടിലാരോടും പറഞ്ഞില്ല. ചിലപ്പോ അതിന്റെ ടെൻഷനെ വിളിച്ചായിരിക്കും. അല്ല, മുത്തശ്ശന് നിന്നെ വിളിക്കുന്നതിന് പകരം എന്നെ വിളിച്ചു ചോദിക്കാറുന്നല്ലോ. അതല്ലേ വേണ്ടത്?
മുത്തശ്ശൻ ഇപ്പൊ വന്ന് വന്ന് വെറും കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുന്നേ. ഹലോ, എടാ നീ കാര്യം എന്താന്ന് പറ. എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നീ പ്രശ്നം എന്താന്ന് പറ പ്ലീസ്. അശോക, നീ ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. പ്രിയയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവൾ ആദ്യം ഓക്കെ ആവട്ടെ. ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. ഓക്കെ? ഹലോ റാം, ഞാൻ കറക്റ്റ് സമയത്ത് ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്ത് എന്റെ ഹെൽത്ത് ഞാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓൾസോ ഫിസിയോതെറാപ്പിയിൽ പറഞ്ഞു തന്ന എക്സസൈസ് മുഴുവൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഐ എം ഡൂയിങ് ഓക്കെ. എന്തിനാ സാറ് ദേഷ്യം പിടിച്ചതെന്ന് ആദ്യം പറ. ഈ ഇടയായിട്ട് മുത്തശ്ശൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യം പിടിക്കുന്നുണ്ടോ പ്രിയ? അതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം വേഗം വീട്ടിലേക്ക് വാ. ഓക്കെ? ഓക്കെ. ആദ്യം നീ അശോകനോട് ടെൻഷൻ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞേ. ഓക്കെ പ്രിയ, ബൈ. റാം, നമ്മൾ പറയാതെ വന്നതിന്റെ ദേഷ്യമായിരിക്കും ചിലപ്പോ മുത്തശ്ശന്. വേഗം വാ, വീട്ടിലേക്ക് പോവാം. വാ മോളെ. എന്താ സംഭവിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല മോളെ. നീ ഫൈനലി എത്തിയല്ലോ. എല്ലാരും പറയായിരുന്നു നീ വീട് വിട്ട് പോയിന്നൊക്കെ. എനിക്കത് കേട്ടപ്പോ ഒത്തിരി വിഷമമായി. ഞാൻ വീട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. നീ വാ, നമുക്ക് കളിക്കാൻ പോയാലോ? ഓക്കേ. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം മേമ. സിഹി മോളെ ആരും ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങളോട് വന്ന് ചാടി കളിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോ നീ പോയി മുത്തശ്ശനോട് സംസാരിക്ക. അച്ഛൻ എത്ര അപ്സെറ്റ് ആയിരുന്നു എന്നറിയോ? ഒരാളോടും പറയാതെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? സോറി മേമ, വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം വേണമായിരുന്നു. ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോയതാ. ആരോടും പറയാനും പറ്റിയില്ല. ഞങ്ങളോട് പറയാതെ പോയതിലൊന്നും കുഴപ്പമില്ല അപ്പോ. പക്ഷേ മുത്തശ്ശനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണ്ടേ? വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് മുത്തശ്ശൻ വളരെ അപ്സെറ്റ് ആണ്. അവരുടെ ആരോഗ്യത്തിന്റെ കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അപ്പോ ദാ നോക്ക്, നീ ആദ്യം പോയി മുത്തശ്ശനോട് സംസാരിക്ക. അമ്മേ, ഞങ്ങളൊന്നും മറന്നിട്ടില്ല. ഞങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്. എന്റെ ഉത്തരവാദിത്തം മുത്തശ്ശനോട് സംസാരിക്കേണ്ടത്. ഞാൻ തന്നെ സംസാരിച്ചോളാം. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു സീത. പക്ഷെ മുത്തച്ഛൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൊച്ചുമകനോട്. മേമ, ഈ ശ്രീരാമൻ സീത ഇല്ലെങ്കിൽ ഒരിക്കലും പൂർണ്ണമാവില്ല. അതെന്താണെങ്കിലും ഞങ്ങൾ പോയി സംസാരിച്ചോളാം. സീത, നീ വാ. മുത്തശ്ശ, നിങ്ങൾക്കിപ്പോ എന്നെ കുറിച്ച് എന്താ തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കള്ളം വിശ്വസിക്കേണ്ടി വരും. ഞാൻ ഒരു വിധത്തിലും ആരെയും ചതിച്ചിട്ടില്ല മുത്തശ്ശ. ആ ശ്യാമും ശാലിനിയും പറയുന്നതെല്ലാം സത്യവുമല്ല. അവര് പറയുന്നത് പോലെ ഞാൻ സിഹയെ തട്ടിക്കൊണ്ടു പോയിട്ട് വളർത്തിയതൊന്നും അല്ല. സിഹ എനിക്ക് എന്റെ കൊച്ചുമാനോടൊന്ന് സംസാരിക്കണം. മുത്തശ്ശന്റെ കൊച്ചുമകനും അവന്റെ ഭാര്യയും വെവ്വേറെയാണ്.
മുത്തശ്ശന് പറയാനുള്ളത് എന്താണെങ്കിലും ഞങ്ങളോട് രണ്ടുപേരും കൂടെ പറയണം പ്ലീസ്. കൊച്ചുമോനും അവന്റെ ഭാര്യയും വെവ്വേറെ അല്ലെന്ന് കേട്ടപ്പോ സന്തോഷായി. പക്ഷെ എനിക്ക് നീ എന്റെ കൊച്ചുമോനാ. എനിക്ക് നിന്നോട് ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് സംസാരിക്കണം. നിന്റെ ഭാര്യയോട് ഒന്ന് പുറത്തു പോകാൻ പറ. മുത്തശ്ശ. റാം പ്ലീസ്, മുത്തശ്ശൻ പറഞ്ഞില്ല എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടെന്ന്. ഞാൻ പുറത്തു നിന്നോളാം, കുഴപ്പമില്ല. മുത്തശ്ശ, ഐ എം റിയലി സോറി. രാവിലെ തന്നെ സിഹി ഞങ്ങളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് വീട്ടിലാരോടും പറയാനും പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ടെൻഷൻ ആവേണ്ടി വന്നത്. നിങ്ങൾ എവിടെ പോയതാണ്, എന്താ ഇതാണെന്നും ഞാൻ ഒരിക്കലും ചോദിക്കില്ല. കൂടാതെ നിന്റെ കാരണങ്ങളൊന്നും കേൾക്കാനുള്ള ക്ഷമ എനിക്കിപ്പോ ഇല്ല. എനിക്കെന്റെ തീരുമാനം ഒന്ന് അറിയിക്കണം. എന്ത് തീരുമാനം മുത്തശ്ശ? ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും കോടതിപ്പടി കയറരുത്. ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ച് നിന്റെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാ. മുത്തശ്ശ പ്ലീസ്, ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. സീത പുറത്ത് നിൽപ്പുണ്ട്. അവൾ എങ്ങനെ ഈ പറഞ്ഞു കേട്ടോ? അവളുടെ അവസ്ഥ എന്തായിരിക്കും മുത്തശ്ശ? മുത്തശ്ശ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് പോലുമില്ല. സിഹി അവളുടെ പേരൻസിനെ ഏൽപ്പിക്കാനോ? ഇനി നീ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അല്ല രാമ, അവളെന്താ നിന്റെ സ്വന്തം കുഞ്ഞാണ്? നിന്റെ രക്തത്തിലുള്ള കുഞ്ഞാണോ അവള്? നമ്മുടെ തലമുറയിൽപ്പെട്ടതാണോ? അല്ലല്ലോ. അതൊക്കെ വിട്. സീതയ്ക്ക് അവള് സ്വന്തം കുഞ്ഞാണോ? അതുമല്ല. അവള് ഗർഭം ധരിച്ചതാണെങ്കിലും അത് വേറെ ദമ്പതികൾക്ക് വേണ്ടി ചെയ്ത കാര്യമല്ലേ? അവര് സ്വപ്നം കണ്ട കുഞ്ഞ്. സീത വാടകയമ്മയാ. അപ്പോ സീതയുടെ കൂടെയാണോ കുഞ്ഞ് കഴിയേണ്ടത്? പറയൂ മുത്തശ്ശ, അത് അങ്ങനെയല്ല. ആദ്യം കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം. സീത ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പേ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ ഞാനതപ്പോ കേൾക്കാൻ റെഡിയായിരുന്നില്ല. ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ കാര്യമെല്ലാം അറിഞ്ഞെന്ന് വെച്ച് സീതയോട് പോയി ദേഷ്യപ്പെടുന്നില്ലെന്ന് ഒരു കാര്യമില്ല. ഇൻഫാക്ട് സീതയ്ക്കും അറിയാറുന്നില്ല ശ്യാമും ശാലിനിയും സിഹിയുടെ അച്ഛനും അമ്മയാണെന്ന്. അഥവാ സിഹി അവരുടെ കുഞ്ഞാണെന്ന് അവൾക്ക് അറിയാറുന്നെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ശ്യാം ലണ്ടനിലേക്ക് പോയതിനു ശേഷം ശാലിനി കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് നെഗ്ലക്ട് ചെയ്ത മുത്തശ്ശ. കുഞ്ഞിനെ അനാഥാരത്തിൽ അയക്കണ്ടെന്ന് പറഞ്ഞ് സീതയാണ് കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ വളർത്തിയത്. ഇത്രയും വർഷം ആ സിഹിയെ മാറോട് ചേർത്ത് സീത കാണിച്ച മാതൃസ്നേഹം കളവാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പറ മുത്തശ്ശ, ഏതാ കളവ്, ഏതാ സത്യമെന്ന്? പക്ഷെ നിയമം ഈ ഇമോഷൻസിനൊക്കെ വില കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശ. എന്തു വന്നാൽ ഇതിനെ നേരിടാൻ അവളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും മുത്തശ്ശ. നീ എനിക്കിപ്പോ വ്യക്തത ഉണ്ടാക്കി തരേണ്ട കാര്യമില്ല. കുഞ്ഞാരുടെയാണോ ആ കുഞ്ഞ് അവരുടെ കൂടെ നിൽക്കണം. ഇത് എന്റെ തീരുമാന. എന്നോട് അല്പം ബഹുമാനം ഉണ്ടെങ്കിൽ അത് സമ്മതിക്കണം. മുത്തശ്ശ പ്ലീസ്, ഇത്രയ്ക്ക് മനുഷ്യത്വം ഇല്ലാതാവരുത്. അതേടാ, എനിക്ക് മനുഷ്യത്വം ഇല്ല. നിനക്കോ? അച്ഛനമ്മമാരിൽ നിന്ന് കൊച്ചിനെ മാറ്റി കൂടെ നിർത്തുന്നുണ്ടല്ലോ, അത് മനുഷ്യത്വമാ. ഞാനതിന് നിങ്ങളോട് ആ കുഞ്ഞുമായി യാതൊരു ബന്ധവും പാടില്ലെന്ന് പറഞ്ഞില്ല. അത്ര ദുഷ്ടനൊന്നും അല്ല ഞാൻ. നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങോട്ട് പോയിക്കോ, സംസാരിച്ചോ, സന്തോഷമായിട്ടിരുന്നോ. അവളെ ഞങ്ങളുടെ അടുത്തേക്കും കൊണ്ടുവന്നോ, ഞങ്ങൾക്കത് സന്തോഷം. ഇല്ല, അതൊരിക്കലും നടക്കില്ല മുത്തശ്ശ. സിഹി എന്താ വല്ല ടോയ്സ് വേണോ ചോദിക്കുമ്പോ തന്നെ കൊടുത്തുവിടാനായിട്ട്? സീതയുടെ ജീവനാ സിഹി. ഇവൻ എനിക്കും അതുപോലെ തന്നെ. അവളെ എങ്ങനെയാ വിട്ടുകൊടുക്കാം മുത്തശ്ശ? ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല രാമ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇതിന് സമ്മതിച്ചേ പറ്റൂ. മുത്തശ്ശ
മുത്തശ്ശ, നിങ്ങൾ എന്താ ഞാൻ ഈ പറയുന്നൊന്നും മനസ്സിലാക്കാത്തത്? നോക്ക് രാമ, സീതയ്ക്ക് ഈ വീട് നീ ഇമ്പോർട്ടന്റ് അല്ലേ? അവളെ എങ്ങനെയാ വിട്ടുകൊടുക്കാം മുത്തശ്ശ? അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ അനന്തരാവകാശിയായിട്ട് ഒരാളെ തരും. അതുപോലെ സിഹിയെ അവളുടെ അച്ഛനും അമ്മയെ ഏൽപ്പിക്കും. നോ വേ മുത്തശ്ശ. ഇതാണ് ഇനി ഇവിടെ നടക്കേണ്ട കാര്യം. സീതേ, നീ ഇതെങ്ങോട്ടായി പോയത്? ഞാൻ എത്ര പേടിച്ചെന്നറിയോ? എടുത്തി പ്ലീസ്, ഞാൻ നിങ്ങളോട് പിന്നെ സംസാരിച്ചോളാം. സീതേ, കുഞ്ഞിനെ ആദ്യം ഇവിടെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കും, അത് കഴിഞ്ഞ് നിന്നെയും പുറത്താക്കുമെന്ന് ആ രുദ്രപ്രതാപൻ ഞങ്ങളോട് നേരത്തെ പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ അതൊക്കെയല്ലേ സംഭവിക്കുന്നത്? വെറുതെ നിങ്ങൾ ഓരോന്ന് പറയല്ലേ. ആ സീതേ, നീ സിഹിയുടെ അമ്മയല്ലെന്ന് അറിഞ്ഞേ പിന്നെ ഇവിടെ ഉള്ളവരുടെ സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. നിന്നെ കുറിച്ച് സിഹിയെ കുറിച്ച് മാത്രം ഇപ്പൊ ചർച്ച. ഇതില് കോടതി ഇടപാടൊന്നും വേണ്ടെന്നാ പറയുന്നേ. നീ കണ്ടോ, സിഹി ആ ശ്യാമിനെ ഏൽപ്പിച്ച് കൈ കഴുകും അവര്. സീതേ, ഞാൻ പറയുന്നത് കേക്ക്. നീ സിഹിമോളെ കൊണ്ട് വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, അതേ വഴിയുള്ളൂ. എടുത്തി വെറുതെ നിങ്ങൾ ഓരോന്ന് പറയല്ലേ. ഈ വീട്ടുകാർ അത്തരക്കാരല്ല, വളരെ നല്ലവരാ, അങ്ങനെയൊന്നും ചെയ്യില്ല. അയ്യോ, ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ലേ നീ? ശരിയാടി, ഈ വീട്ടുകാർ നല്ലവരാ. പക്ഷേ നീ അവരുടെ ദൃഷ്ടിയിൽ ഒരു ചീത്ത പെണ്ണായില്ലേ? അതിന് നീ മറുപടി പറ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. നീ തന്നെ ആലോചിച്ചോ. വീട്ടുകാരെല്ലാരും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നോ? മുത്തശ്ശൻ എന്നോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. ഇനി എനിക്ക് വേണ്ടി സംസാരിക്കാനുള്ളത് ഒരാൾ മാത്രമാ, ഡോക്ടർ അനന്തലക്ഷ്മി.